നടൻ ടോവിനോ സർപ്പയുടെ ബ്രാൻഡ് അംബാസിഡർ ആയപ്പോഴാണ് പലരും ഇങ്ങനെ ഒരു ആപ്പിനെ കുറിച്ച് കേട്ടത്. എന്താണ് സർപ്പ, എങ്ങനെയാണ് സർപ്പ, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മോട് പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് ഫോറസ്റ്റ് കൺസർവേറ്ററും അതുപോലെ തന്നെ സർപ്പയുടെ സംസ്ഥാന നോഡൽ ഓഫീസറുമായ മുഹമ്മദ് അൻവറാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് സർപ്പ എന്നുള്ളൊരു ആപ്പിനെ കുറിച്ച് പൊതുജനം കൂടുതൽ അറിഞ്ഞതൊക്കെ ടൊവിനോ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എത്തിയപ്പോഴാണ്. എന്താണ് സർപ്പ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, എത്ര നാൾക്ക് മുന്നെയാണ് സർപ്പ തുടങ്ങിയത്, അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദമാക്കാമോ? സർപ്പ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 2020-ലാണ്, 5 വർഷത്തോളമായി. ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ്. 2020 ഓഗസ്റ്റ് മാസത്തിലാണ് അത് ലോഞ്ച് ചെയ്തത്. അത് തുടങ്ങുന്നതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുൻ മാതൃകകളൊന്നുമില്ലാതെ കേരളത്തിലാണ് ഫസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGOയുടെ സഹായത്തോടു കൂടിയാണത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നടന്ന ചില വളരെ ചർച്ച ചെയ്യപ്പെട്ട ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2019 നവംബർ മാസത്തിൽ സുൽത്താൻ ബത്തേരിയിലൊരു സംഭവം നടന്നു. ഷഹ്ല ഷെറിൻ എന്ന് പറയുന്നൊരു കുട്ടി സ്കൂളിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് പാമ്പിൻ്റെ കടിയേറ്റു മരണപ്പെട്ടു. അപ്പോൾ ഒത്തിരി അധ്യാപകരും ഒക്കെയുള്ള ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. പക്ഷേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ളൊരു ഇൻ്റർവെൻഷൻ നടത്താൻ എന്തോ ഒരു അവയർനെസ്സിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അവയർനെസ്സിൻ്റെ ഈ സ്നേക്സ് ആൻഡ് സ്നേക്ക് ബൈറ്റ്സിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ളത്, ഈവൻ എഡ്യൂക്കേറ്റഡ് പീപ്പിളിനായാൽ പോലും അവർക്ക് വ്യക്തമായിട്ടൊരു അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ അത്തരത്തിൽ ചിന്തിച്ചു. പിന്നെ ഒന്ന് ഉത്രാ മർഡർ കേസ് 2020 മെയ് മാസത്തിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ പാമ്പുകളെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് സ്പീഷീസാണ്. എല്ലാം അതീവ സംരക്ഷണ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ജീവികളാണ്. അപ്പോൾ പാമ്പിനെ ഉപയോഗിച്ച് ഒരാൾ കൊലപാതകം നടത്തിയെന്ന് പറയുമ്പോഴേക്കും പാമ്പുകളെ ഇത്തരത്തിൽ അനധികൃതമായി ആൾക്കാർ പിടികൂടി കൈവശം വയ്ക്കുന്നു, അതിനെ മറ്റ് കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതൊക്കെ ഒഴിവാക്കണമെന്നുള്ളൊരു ചിന്ത വന്നു. പിന്നൊന്ന് ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരാൾ പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു. സക്കീർ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് നടന്നത് 2020 ജൂണിലാണ്. അപ്പോൾ പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പോലും അതിനൊരു ശാസ്ത്രീയമായ രീതിയിലോ അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടല്ല കൈകാര്യം ചെയ്യുന്നതെന്നും ഇൻ കേസ് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് പോലും വ്യക്തമായൊരു ധാരണയില്ല എന്നും ഉള്ളൊരു ഒരു തിരിച്ചറിവാണ് അന്നേരം ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ സ്വീകരിച്ചിരിക്കേണ്ട ചില മുൻകരുതലുകളും, എങ്ങനെയൊക്കെ റെസ്ക്യൂ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഗൈഡ് ലൈൻ തയ്യാറാക്കി. ആ ഗൈഡ് ലൈൻ സർക്കാർ അംഗീകരിച്ച് നടപ്പിലാക്കുന്നതോടുകൂടിയാണ് ഈ പാമ്പുകളുടെ റെസ്ക്യൂവും. 2 കാര്യങ്ങളാണ്: പാമ്പുകളുടെ സേഫ്റ്റി, സ്നേക്ക് ബൈറ്റ് ഡെത്ത് റിഡക്ഷൻ. ഈ 2 സംഗതികളും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സർപ്പ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. സർപ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ്. സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. സർപ്പ എന്ന് പറയുമ്പോൾ പത്തിയെടുത്ത് നിൽക്കുന്ന ഒരു സർപ്പം എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അതിൻ്റെ ഒരു ലോഗോയും പത്തിയെടുത്ത് നിൽക്കുന്ന ഒരു പാമ്പിൻ്റെ ഷേപ്പാണ്. പക്ഷേ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവയർനെസ്, റെസ്ക്യൂ, അതിൻ്റെ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ. നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതാണ് സ്നേക്കിനെ, അതായത് ഈ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു, അതുപോലെ തന്നെ ഏതൊക്കെ പ്രദേശത്താണ് ആളുകൾ ഉള്ളത്, അപ്പോൾ ഇവർക്കുള്ള ഒരു ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? നമ്മൾ നോക്കുമ്പോൾ വീട്ടമ്മമാരടക്കം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവർക്കുള്ള ഒരു ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഇത് സർപ്പ ലോഞ്ച് ചെയ്തതോടുകൂടി നമ്മൾ, അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷനും ട്രെയിനിങ്ങും പിന്നെ ഓതറൈസേഷനും, ഈ സംഗതികളും കൂടെ ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് അവർക്ക് സയൻറ്റിഫിക്കായിട്ട് ഈ വോളണ്ടിയേഴ്സിനായാലും സ്റ്റാഫിനായാലും പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യഘട്ടമായിട്ട് ഓഗസ്റ്റിൽ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയൊക്കെ പാമ്പുകളെ കൈകാര്യം ചെയ്യണം, പല സ്പീഷീസ്, പിന്നെ സ്നേക്ക് ബൈറ്റ്, ഓരോ സ്പീഷീസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. കേരളത്തിൽ ഏകദേശം 130ഓളം സ്പീഷീസ് ഉണ്ട്. ഇന്ത്യയിൽ ഏകദേശം 350ഓളം സ്പീഷീസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വെനമസ്, ഏതൊക്കെയാണ് നോൺ വെനമസ്, പിന്നെ ഈ ബൈറ്റിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ, സ്നേക്ക് ബൈറ്റ്, അതിൻ്റെ പ്രിക്കോഷണറി അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ്, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ആക്ച്വൽ പ്രാക്ടിക്കൽ ഹാൻഡ്ലിങ്. അപ്പോൾ ഉച്ചവരെ ഒരു ദിവസത്തിൻ്റെ പകുതിയോളം തിയറി പാർട്ടാണ്. ക്ലാസ് റൂമിലിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് പല സ്പീഷീസിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ഡെമോ കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിപ്പിക്കും. അപ്പോൾ
അതിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവർക്കാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഒരു 1 ഡേ ഒരു ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും അതനുസരിച്ച് ഫസ്റ്റ് ഫേസ് ആയിട്ട് 2020 ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പബ്ലിക്കിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ട് സോഷ്യൽ ഫോറസ്ട്രി വിങ് വഴി നവംബർ 2020 നമ്മൾ ഒരു മാസത്തെ ഒരു ട്രെയിനിങ് സീരീസ് തന്നെ പബ്ലിക്കിന് വേണ്ടി നടത്തി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തു. കാരണം വന്യജീവികളെ ഒരാൾ പിടികൂടണം എന്നുണ്ടെങ്കിൽ അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുമതി വേണം, നിയമപരമായിട്ടുള്ളൊരു അനുമതിയാണ്. അപ്പോൾ ഒന്ന് അവരെ ഓറിയൻറ്റ് ചെയ്തു എങ്ങനെയൊക്കെ ഹൗ ടു ഹാൻഡിൽ ആൻഡ് ഹൗ നോട്ട് ടു ഹാൻഡിൽ, എങ്ങനെയൊക്കെ സുരക്ഷിതമായി ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷൂ ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. വെളിച്ചം സ്വന്തം കൺട്രോളിൽ കൈവശം ഉണ്ടാവുക, രാത്രിയിലൊക്കെ ആയിരിക്കും കൂടുതൽ സ്നേക്ക് റെസ്ക്യൂ ഒക്കെ വേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം PVC പൈപ്പും ഒരു ഇരുണ്ട കളറിലുള്ള ബാഗും പിന്നെ പാമ്പിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹുക്കും. ഇതാണ് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്. പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സീരീസിൽ ആദ്യം ട്രെയിൻഡ് ആയ ആൾക്കാർക്കൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെയിൻഡ് ആയവർക്കൊക്കെ കുറച്ച് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പും ബാഗും ഉപയോഗിച്ച് നമ്മളൊരു ആർട്ടിഫിഷ്യൽ മാളം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. പാമ്പുകളുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നിയറസ്റ്റ് ഹൈഡ് ഔട്ട് എവിടെയാണെന്ന് പരതും. അതിന് സേഫ് ആയിട്ടുള്ളൊരു ഹൈഡ് ഔട്ട് നോക്കും. ഇരുണ്ട മാളങ്ങളാണ് പാമ്പുകളെ സംബന്ധിച്ച് ഏറ്റവും സേഫസ്റ്റ് ഹൈഡ് ഔട്ട്സ്. അപ്പോൾ നമ്മൾ തന്നെ അവിടെ ഒരു മാളം ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു, എന്നിട്ട് പാമ്പിനെ അതിലേക്ക് ഗൈഡ് ചെയ്യുന്നു. പാമ്പ് സ്വമേധയാ അതിനകത്തേക്ക് കയറി പോകുന്നു. നിർബന്ധപൂർവ്വം നമ്മൾ തള്ളിക്കയറ്റുമോ അല്ലെങ്കിൽ കുപ്പിയിലാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കുപ്പിയിലാക്കുമ്പോഴൊക്കെ പാമ്പിന് ഭയങ്കര ഇഞ്ചുറീസ് വരും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാമ്പിൻ്റെ വെൽഫെയറും കൂടിയാണ്. നമ്മളൊരു പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ട് മറ്റൊരിടത്ത് സേഫായിട്ട് റിലീസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അതായത് വിഷമില്ലാത്ത പാമ്പിനെയാണെങ്കിൽ പിടിക്കുന്ന ആ പരിസരത്ത് തന്നെ നമുക്ക് റിലീസ് ചെയ്യാം. വിഷമുള്ള പാമ്പിനെയാണെങ്കിൽ മനുഷ്യർക്ക് അപകടമില്ലാത്ത രീതിയിൽ ഒരു തൊട്ടടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ ഈ പാമ്പിന് നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഹെൽത്ത് കണ്ടീഷൻ വേണം, അതേ ഒരു ആരോഗ്യാവസ്ഥയിൽ വേണം റിലീസ് ചെയ്യാൻ. പരുക്ക് പറ്റിയിട്ട് നമ്മൾ പിടിക്കുന്നത് കൊണ്ട് ഒരു പരുക്ക് അതിനുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇക്കാര്യങ്ങളും ഈ പിടികൂടുന്ന ആൾക്കാരുടെ പേഴ്സണൽ സേഫ്റ്റി ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ട്രെയിനിങ് നടത്തിയത്. ട്രെയിനിങ് സ്റ്റാഫിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ ട്രെയിനിങ് വന്നപ്പോഴേക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല കാറ്റഗറീസിലുള്ള ആൾക്കാർ, ബിസിനസ്സുകാർ, അതുപോലെ വിദ്യാഭ്യാസം വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, റിസർച്ചേഴ്സ്, ശാസ്ത്രജ്ഞന്മാർ, ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, അതുപോലെ പോലീസ് ഫയർഫോഴ്സിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, ഇത് സ്റ്റുഡൻസ് ഉണ്ട്. കോളേജുകളിലൊക്കെ 18 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ്, അതുപോലെ വീട്ടമ്മമാർ, ബിസിനസ്സുകാർ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഇവർക്കൊരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ട്രെയിനിങ് കൊടുക്കും. 5 വർഷത്തേക്കാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുക. അതിനിടയ്ക്ക് എന്തെങ്കിലും അണത്തിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വാൺ ചെയ്തിട്ട് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ടെമ്പററി ക്യാൻസലേഷൻ നടത്തും. എന്നിട്ട് അവർക്ക് കറക്റ്റ് ചെയ്യാനൊരു അവസരം കൊടുക്കും. എന്നിട്ടും വീണ്ടും ഇത്തരത്തിലുള്ളൊരു പ്രവണത അവർ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും. പിന്നെ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. സർപ്പയിലൂടെ തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതാത് ജില്ലയിലെ സോഷ്യൽ ഫോറസ്ട്രി ACF ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട്. വളരെ റെഗുലറായിട്ടല്ല, അല്ലെങ്കിലും ചിലപ്പോൾ അതാത് ജില്ലയിലോ അല്ലെങ്കിൽ അടുത്തടുത്ത 1-2 ജില്ല കമ്പൈൻ ചെയ്തിട്ടോ ഒക്കെ ട്രെയിനിങ്സ് നടത്തുന്നുണ്ട്. അതെ, താല്പര്യം കൊണ്ട്. അതായത് പാമ്പുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അത്ര കോൺഫിഡൻ്റ് അല്ലാത്ത ആൾക്കാർക്കും പാമ്പുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് മറ്റു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ, സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, NCDCയുടെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സിംറ്റംസ് വെച്ചിട്ടാണ്, എൻവെനമേഷൻ സിംറ്റംസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. പലപ്പോഴും നമ്മുടെ ഈ വെനമസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പാമ്പുകൾക്ക് തന്നെ സിംറ്റംസ് ചിലപ്പോൾ സിമിലറൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ആൻറ്റിവെനം അവൈലബിലിറ്റി നോക്കുമ്പോഴേക്കും ഇത് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതായത് പോളിവാലൻ്റ് ആൻറ്റിവെനം നമുക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിവെനം എന്ന് പറയുന്നത് 4 സ്പീഷീസിനാണ് ആക്ച്വലി എഫക്റ്റീവ് ആവുക. ബിഗ് 4 എന്നതിന് പറയുക. കോബ്ര, റസൽസ് വൈപ്പർ,
സോസ്കെയിൽഡ് വൈപ്പർ, കോമൺ ക്രൈറ്റ്. ഇതല്ലാതെയും വെനമസ് സ്നേക്സ് ഉണ്ട് നമുക്ക്. കിങ് കോബ്ര ഈ ആൻറ്റിവെനം ഇല്ലാത്തൊരു സ്പീഷീസാണ്. കിങ് കോബ്രയുടെ ആൻറ്റിവെനം നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ല. ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന മറ്റൊരു സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ആൻറ്റിവെനം നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഈ എന്താണ് സിംറ്റംസ് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ പിന്തുടർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ചില ഗ്യാപ്പുകൾ ഇപ്പോൾ ഈ സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുണ്ട് എന്നുള്ളതാണ്. പാമ്പ് കടി ഏൽക്കുമ്പോൾ അത് സക്ക് ചെയ്ത് എടുത്തിട്ട് തുപ്പിക്കളയുന്നു, എന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡോക്ടർ അഭിനന്ദിക്കുന്നു, ഓ നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്, അതുകൊണ്ട് രക്ഷിക്കാൻ സാധിച്ചു എന്ന്. ശരിക്കും ഒരു പാമ്പ് കടി ഏറ്റാൽ എന്താണ് ആദ്യമേ ചെയ്തത്? അതായത് സ്നേക്ക് ബൈറ്റിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതി, ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സംഗതി സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള വസ്തുത. ഇപ്പോൾ ഞാനൊക്കെ 80s ജനിച്ച ആളാണ്, 82 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ 80s കിഡ്സ് അല്ലെങ്കിൽ 90s കിഡ്സ് സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ പഠിച്ചതോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളിൽ വായിച്ചതോ ആയിട്ടുള്ള സംഗതികളൊക്കെ ഇപ്പോൾ അത് ഡോൺസിൽ വരുന്ന സംഗതിയാണ്. അതായത് എന്താണ്, ഇൻസിസർ ഉപയോഗിച്ച് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കടിയേറ്റ ഭാഗം മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒഴുക്കി കളയുക. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പാമ്പ് ഇഞ്ചെക്ട് ചെയ്ത വിഷം കൂടി ഒഴുകിപ്പോകും എന്നുള്ളൊരു ധാരണയാണ്. അത് തെറ്റാണ്. ആക്ച്വലി ആർട്ടീരിയൽ വീനൽ ഇഞ്ചുറീസ് ഉണ്ടാവും. ഞരമ്പുകൾക്ക് മാരകമായ മുറിവേൽക്കുകയും സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയും അതിലൂടെ തന്നെ അപകടം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ടിഷ്യൂവിലാണ് ഈ വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആ വെനം പെട്ടെന്ന് ഡയറക്റ്റ് ബ്ലഡുമായിട്ട് കോൺടാക്റ്റ് ആവുകയും എക്സ്പോസ്ഡ് ആവുകയും ചെയ്തിട്ട് എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും മുറിവ് ഉണ്ടാക്കാൻ പാടില്ല. വലിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ കടിയേറ്റ ആൾ തന്നെ, നമുക്ക് എല്ലാ ബോഡി പാർട്സും സ്വന്തമായിട്ട് അങ്ങനെ വലിച്ചെടുക്കാൻ എത്തില്ല. മറ്റൊരാളാണ് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അയാളുടെ വായ്ക്കുള്ളിൽ എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും അപകടമുണ്ടാകാനുള്ള എൻവനമേഷനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു ഒരു വാക്സിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് വായ കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഈ നമ്മുടെ തൊലിപ്പുറത്തല്ല പാമ്പിൻ്റെ വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഉള്ളിലാണ്. ഒരു 5 മില്ലിമീറ്ററോ 10 മില്ലിമീറ്ററോ ഉള്ളിലാണ്. അത് ഒരു കാരണവശാലും വായ കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല തേച്ച് കഴുകാൻ പോലും പാടില്ല. ഇപ്പം ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് അതെ അതെ പാമ്പ് കടിക്കുമ്പോഴും അതങ്ങ് ചെയ്യും. പട്ടി കടിക്കുമ്പോൾ അല്ലെങ്കിൽ പൂച്ച മാന്തുകയോ മറ്റേത് ജീവിയുടെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മുറിപ്പാടിലാണ് അതിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റ് അണുക്കളുടെ സാന്നിധ്യം ഉണ്ടാവുക. അത് പെട്ടെന്ന് കഴുകി കളയാൻ വേണ്ടി നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ സാനിറ്റൈസറോ നല്ലവണ്ണം സോപ്പ് ഉപയോഗിച്ച് കഴുകുകയൊക്കെ ചെയ്യും. ചില 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ സമയമെടുത്ത് വൃത്തിയായി കഴുകിയിട്ട് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് എയ്ഡ്. പക്ഷേ പാമ്പ് കടിക്കുന്നത് ഒരു 5 മില്ലിമീറ്റർ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴേക്കും മുകളിൽ കഴുകിയാൽ ഒരു കാരണവശാലും അത് പോകില്ല. മറ്റൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റർ നല്ലവണ്ണം തിരുമ്മാൻ പറയത്തില്ലേ, അത് ആ ടിഷ്യൂവിൽ അത് കെട്ടി നിൽക്കാതെ പെട്ടെന്ന് ബ്ലഡുമായിട്ട് കലരാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നല്ലവണ്ണം ഒന്ന് തേച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് തെറ്റും, അവിടെ ഒരു നല്ല മസാജിങ് ഇഫക്റ്റ് വരികയും വളരെ പെട്ടെന്ന് ഈ ബ്ലഡിലേക്ക് വെനം കലരുകയും ചെയ്യും. അപ്പോൾ എൻവനമേഷൻ 10 മടങ്ങ് ഫാസ്റ്റ് ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപകടം. മുറുക്കി കെട്ടാൻ പാടില്ല. മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഹീമോടോക്സിക് 2 തരം വെനമാണ് പ്രധാനമായും കേരളത്തിൽ കാണുന്ന കരയിൽ കാണുന്ന പാമ്പുകളുടെ. ഒന്ന് അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളുടെ വിഷം എന്ന് പറയുന്നത് രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്നതാണ്. മൂർഖനും വെള്ളിക്കെട്ടനും രാജവെമ്പാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന, നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഹീമോടോക്സിക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തെ ടിഷ്യൂസൊക്കെ കംപ്ലീറ്റ് ഡാമേജ് ആവുകയും ആ ഒരു അവയവം ചിലപ്പോൾ മുറിച്ച് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ രക്തയോട്ടം നിലച്ചു പോവുകയും അത് കോംപ്ലിക്കേഷനിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ മുറുക്കി കെട്ടാൻ പാടില്ല, അയച്ചും കെട്ടാൻ പാടില്ല. മസ്കുലർ ഇമ്മൊബിലൈസേഷനാണ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതി. അതായത് നമ്മൾ ക്രേപ്പ് ബാൻഡേജ് പോലുള്ള സംഗതി കൊണ്ട് കടിയേറ്റ ഭാഗം ഉൾപ്പെടെ മസ്കുലർ ആക്ടിവിറ്റീസ് മിനിമൈസ് ചെയ്യുക. ഇടയ്ക്ക് കൊട്ടാരക്കര ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സംഭവം നടന്നു. ഒരാളെ പാമ്പ് കടിച്ചു, അയാൾ തന്നെ വണ്ടിയെടുത്ത് ഓടിച്ച് അവിടെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു. അപ്പോൾ സ്വന്തം വണ്ടി ഓടിച്ച് ഒരു കുഴപ്പമില്ലാതെ വന്ന ആളാ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഉടനെ അവിടെ ഹോസ്പിറ്റലിൽ കയറി പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ആൾ സ്വയം വണ്ടി ഓടിച്ച് വന്നതാണ് അതിൽ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാരണവശാലും എന്തെങ്കിലും ഓടുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ റിഗറസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനൊന്നും പാടില്ല.
പരമാവധി ആൾ കാം ആൻഡ് കൂളായിട്ടിരിക്കുക, ആളെ സേഫായിട്ട് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. അതിലൊരു സംശയം ചോദിക്കുകയാണ്. അതായത് പലപ്പോഴും ആളുകൾ ഉടനെ വൈദ്യൻ്റെ അടുത്ത് പോകണം, പാമ്പ് കടിച്ചാൽ വൈദ്യൻ്റെ അടുത്താണ് പോകേണ്ടത്, അങ്ങനെ കുറച്ച് ബിലീഫുണ്ട്. അപ്പോൾ ശരിക്കും വൈദ്യൻ്റെ അടുത്താണോ ആദ്യമേ പോകേണ്ടത്, അതോ ഒരു ഡോക്ടറിൻ്റെ അടുത്ത്, സർട്ടിഫൈഡിലുള്ള ഡോക്ടറിൻ്റെ അടുത്താണോ പോകുന്നത്? സർപ്പയിൽ നമുക്കൊരു സംവിധാനമുണ്ട്. ഒരു സ്ഥലത്തൊരു ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സർപ്പ ഓപ്പൺ ചെയ്ത് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് ഹോസ്പിറ്റലാണ് അതിൽ ആദ്യമായിട്ട് കാണിക്കുക, നമ്പർ 1 ആയിട്ട് കാണിക്കുക. സെക്കൻഡ് നിയറസ്റ്റ് ആണ് രണ്ടാമതായിട്ട് കാണിക്കുക. അപ്പം അതിൽ ഹോസ്പിറ്റലിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അവിടെ വിളിച്ചിട്ട് ഇത് ആൻറ്റിവനം ഉള്ളതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാ സമയവും അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം. എല്ലാ ഡോക്ടേഴ്സും ആൻറ്റിവനം അഡ്മിനിസ്റ്റർ ചെയ്യുകയില്ല. ചിലപ്പം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടറുടെ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനൊരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ അവിടെ വന്നാൽ ആൻറ്റിവനം അവൈലബിൾ ആണോ, അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ച് എൻഷുർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടേക്ക് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. അത് രണ്ടിലൊന്നും അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് നിയറസ്റ്റ് ഓപ്റ്റ് ചെയ്യുക. അവിടെ പോയി 10 മിനിറ്റ് അവിടെ ചിലവഴിച്ച് വേസ്റ്റ് ആക്കിയിട്ട് വീണ്ടും അരമണിക്കൂർ ചിലപ്പോൾ മറ്റൊരു ഡയറക്ഷനിലായിരിക്കും സെക്കൻഡ് നിയറസ്റ്റ് കിടക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സമയമായിരിക്കും അവിടെ നഷ്ടമാവുക, വളരെ ക്രിട്ടിക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ അവൈലബിലിറ്റി നോക്കിയിട്ട്, ആൻറ്റിവൻ അവൈലബിലിറ്റി നോക്കിയിട്ട് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളതാണ്. സ്നേക്ക് ബൈറ്റിന് ക്ലിനിക്കലി പ്രൂവൺ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മോഡേൺ മെഡിസിനിലുള്ള ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. മറ്റ് ഒന്നും ഒരു മെത്തേഡ്സും പ്രൂവൺ അല്ല, സയൻറ്റിഫിക് അല്ല. അതിങ്ങനെ അവകാശവാദങ്ങളാണ്. അതായത് ഒരു 70% ബൈറ്റ്സും നോൺ വെനമസ് സ്നേക്സിൻ്റെ ബൈറ്റ്സ് ആണ്. അതിൽ തന്നെ ബാക്കിയുള്ള 30%-ൽ തന്നെ ഇതിന് ഡ്രൈ ബൈറ്റ് എന്നൊരു സംഗതിയുണ്ട്, പേടിപ്പിക്കാൻ വേണ്ടി. ആക്ച്വലി സ്യൂഡോ ബൈറ്റ്സ് ഒക്കെ ഉണ്ട്. മൂർഖനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പത്തിയെടുത്ത് ഈ ശത്രുവിനെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, കടിക്കില്ല. അപ്പോൾ അതിലൊന്നും വെനം ഇഞ്ചെക്റ്റ് ചെയ്യില്ല. ഇനി വെനം ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിൽ പോലും ഒരു ഡേഞ്ചറസ് ലെവലിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കേസ് വളരെ കുറവായിരിക്കും. സർ, ഇപ്പോൾ പറഞ്ഞ പോലെ ഈ നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ, ചേരയടക്കം കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഈ പാമ്പുകളെ സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതി അതിൻ്റെ ഐഡിയയിൽ സാധാരണക്കാർ എക്സ്പേർട്സ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചേരയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് ശീലമുള്ളൊരു സംഗതിയാണ്. ചേരയെ നമ്മുടെ മലയാളികൾക്കെല്ലാം അറിയാം. ചേരയും പാമ്പും എന്നാണ് പറയുക, കാരണം ചേരയെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ബാക്കി മലയാളത്തിൽ പണ്ട് മുതലേ പേരുള്ള മറ്റ് പാമ്പിനങ്ങൾ വളരെ കുറവാണ്. നീർക്കോലി, മലമ്പാമ്പ്, വെള്ളിക്കെട്ടൻ, അങ്ങനെയൊക്കെയുള്ള ചില പാമ്പുകളെ മാത്രമേ മലയാളികൾക്ക് പണ്ട് മുതലേ അറിയൂ. ഇത് ഐഡി എപ്പോഴും കൺഫ്യൂസിങ് ആണ്. പിന്നെ പാമ്പാണ് കടിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുക, ഒബ്സർവേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി നോൺ വെനമസ് ആണ് കടിച്ചത് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയുടെ കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വെനമസ് നോൺ വെനമസിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ സിമിലാരിറ്റി ഉള്ള ചില സ്പീഷീസ് ഉണ്ട്. വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് കേരളത്തിലെ പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ വെനം ഇൻറ്റൻസിറ്റി ഉള്ള പാമ്പാണ്. പക്ഷേ അതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റിനം തീരെ വിഷമില്ലാത്ത പാമ്പുകളുമുണ്ട്, വെള്ളിവരയൻ. അപ്പോൾ അങ്ങനെ പലർക്കും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഐഡിയയിൽ കൺഫ്യൂഷൻ വന്നിട്ട് ഇത് വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെന്നുള്ള ധാരണയിൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ ആൾ മരിച്ച കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സിന് വരെ അത്തരത്തിലുള്ള അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേക്ക് ബൈറ്റ് ഉണ്ടായെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാമ്പ് കടിച്ചത് കണ്ടു കഴിഞ്ഞാൽ ഒബ്സർവേഷനിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് വെളുത്തുള്ളി ചതച്ചതിടുക, മണ്ണെണ്ണ ഒഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ പാമ്പിനെ അകറ്റാനാണെന്ന് പറയും. ഇതിലെന്തെങ്കിലും കാര്യം ഇല്ല, അതൊന്നും പ്രൂവൺ അല്ല. അതായത് നമ്മുടെ പണ്ട് മുതലേയുള്ള വിശ്വാസങ്ങളാണ്. ശരിക്ക് ഈ പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ മണക്കുന്നത് പോലെ നമ്മുടെ മൂക്ക് കൊണ്ട് നമ്മൾ ശ്വസിക്കുന്നതോടുകൂടി മണം തിരിച്ചറിയാനും നമുക്ക് ആ ഒരു കഴിവുണ്ട്. പക്ഷേ പാമ്പുകൾ ശ്വസിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മൂക്ക് ഉപയോഗിക്കുക. അത് മണം തിരിച്ചറിയുന്ന നാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടങ് ഫ്ലിക്ക് ചെയ്യും. രണ്ടായി പിരിഞ്ഞ നാവാണ്. അതിങ്ങനെ ഇടയ്ക്ക് ഫ്ലിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള മോളിക്യൂൾസിനെ പിക്ക് ചെയ്തിട്ട് അത് തലച്ചോറിൻ്റെ മുൻവശത്തുള്ള ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന ഒരു ഓർഗനിലേക്ക് കണക്ട് ചെയ്യും. അപ്പോഴാണ് ചുറ്റുമുള്ള മോളിക്യൂൾസിനെ വെച്ചിട്ട് നമ്മൾ മണം മനസ്സിലാക്കുന്നത് പോലുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ശരിക്കും അത് ഈ മണ്ണെണ്ണയുടെ മണമോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ മണമോ ഒന്നും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രത്യേകത പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. സ്നേക്ക് റിപ്പല്ലൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില ചെടികളെ പറ്റിയൊക്കെ പറയാറുണ്ട്. അണലിവേഗം, സർപ്പഗന്ധ എന്നൊക്കെ പറയുന്ന ചില ചെടികൾ, തുളസി. പക്ഷേ അത്തരം ചെടികളൊക്കെ നട്ടിരിക്കുന്നിടത്തും പാമ്പുകൾ ധാരാളമായിട്ട്, തുളസിയിൽ ചുറ്റിയിരിക്കുന്ന പാമ്പുകളെയൊക്കെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരിക്കുന്ന റൂമിനകത്തുനിന്നൊക്കെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ട് എലിയെ
ആ വെളുത്തുള്ളിയിലിട്ട് പുരട്ടിയിട്ട് പാമ്പിനിട്ട് കൊടുത്തപ്പോൾ പാമ്പ് അതിനെ പിടിച്ച് കഴിച്ചിട്ടുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ വീടുകളിൽ നിർമ്മിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സർപ്പം നിർമ്മാണപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ്? അതിപ്പം വീടുകളെന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ബിൽഡിങ്സ് ആണ്. അതുകൂടാതെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആയാലും പബ്ലിക് ഓഫീസസ് ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മുൻവാതിലിനും പുറകിലെ വാതിലിനും അടിയിലൊരു ഗ്യാപ്പ് ഉണ്ടാകാത്ത രീതിയിൽ അടിപ്പടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ അതിന് ആ ഒരു ഡിസൈനിനനുസരിച്ച് ഇനി അടിപ്പടി ഇല്ല, ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള പാമ്പിന് ചെറിയ ഗ്യാപ്പിലൂടെ കടന്നു വരാൻ സാധിക്കും. ഇത്രയും വലിയ പാമ്പ് ഈ ചെറിയ ഗ്യാപ്പിലൂടെയാണോ വന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നുന്ന രീതിയിൽ എങ്ങനെ അകത്ത് കടന്നു എന്നുള്ളൊരു അത് പല പോസിബിലിറ്റിയാണ്. ഒന്ന് ആ ഒരു ഗ്യാപ്പിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പം ചെറിയ ഈ മാറ്റ് പോലുള്ള സംഗതികളൊക്കെ ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. അതുപയോഗിച്ചിട്ടായാലും ആ മുൻവാതിലിൻ്റെയും പിൻവാതിലിൻ്റെയും താഴെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ പക്ഷികൾക്ക് എടുത്ത് വീടിൻ്റെ മുകളിൽ കൊണ്ടെത്തിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വീടിൻ്റെ മുകളിലെത്തിപ്പെടാൻ സാധ്യതയുണ്ട്. പൂച്ചയോ അല്ലെങ്കിൽ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് പാമ്പും കുഞ്ഞിനെ എടുത്ത് വീടിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെറ്റ്സ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കേബിൾസ് ഉണ്ടാവും വീടുകളിൽ. ഇപ്പോൾ സർവീസ് വയറായാലും കേബിൾ TV-യുടെ വയറായാലും അതൊക്കെ മിക്കവാറും എയർ ഹോളിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും വീടിനുള്ളിലേക്ക് വരിക. അപ്പോൾ അതിലൂടെ കയറി വരാൻ പറ്റുന്ന പാമ്പുകളുണ്ട്. അപ്പോൾ ആ എയർ ഹോളൊക്കെ ഈ ഒരു കേബിൾ ഒഴികെ ബാക്കി ഭാഗങ്ങൾ സീല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെടിച്ചട്ടിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. കാരണം എപ്പോഴും നനച്ചൊക്കെ വയ്ക്കുന്നത് കാരണം പാമ്പുകൾ അവിടെ ഒന്ന് ചുരുണ്ടിരിക്കാനും വീട്ടിനകത്ത് ഒരു ഓപ്പൺ സ്പേസിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് മിക്കവാറും ചെടികളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് അത് ചുരുണ്ടിരിക്കാൻ സാധ്യത. ഷൂവിനകത്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷൂ എടുത്ത് ഇടുമ്പോഴേക്കും മലയാളികളെന്ന് പറഞ്ഞാൽ ഷൂ ഒരു വീടിൻ്റെ പുറത്ത് വയ്ക്കുക, വീടിനകത്ത് കയറുക, ആ ശീലമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് നമ്മൾ ധൃതിയിലായിരിക്കും സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പോവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഷൂ ഒന്ന് തട്ടി നോക്കിയിട്ട് ഇട്ട് ശീലിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യമാണ്, അതായത് പാമ്പിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ പരിഭ്രാന്തരാകും. അവർ സ്വയം രക്ഷാർത്ഥമാണ് ഇതിനെ തല്ലിക്കൊല്ലുന്ന ഒരു രീതിയിലേക്ക് കടക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് അതിനെ തല്ലിക്കൊല്ലുമ്പോൾ സമാധാനമായി അല്ലെങ്കിൽ ഇനിയും കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് അതിനെ എങ്ങനെയാണ് അത് അവരോട് അങ്ങനെ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? പാമ്പുകൾ ശരിക്കും ഒരു എന്താണ് പരിണാമപരമായിട്ട് ഏറ്റവും നിസ്സഹായാവസ്ഥയിലുള്ളൊരു ജീവിയാണ് പാമ്പുകളെന്ന് പറയുന്നത്. മനുഷ്യനെ പോലെ ഇപ്പോൾ ഒരാൾ തലയ്ക്കൊരു വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് കൈ കൊണ്ടത് തടയാൻ പറ്റും. പാമ്പുകൾക്ക് കൈയും കാലും ഇല്ല. ഓടി രക്ഷപ്പെടാൻ പോലും നമ്മളെപ്പോലെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ സാധാരണ എല്ലാ പാമ്പുകളും വിഷമുള്ള അപകടകാരികളാണെന്നുള്ള ധാരണയിലാണ് ആൾക്കാർ പാമ്പിനെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. എല്ലാ പാമ്പുകളും അപകടകാരികളല്ല. ഇനിവൻ അതായത് വിഷമുള്ള പാമ്പുകളായാൽ പോലും വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജീവികളാണ്, സംരക്ഷിത വിഭാഗത്തിൽ വരുന്ന ജീവികളാണ്. അപ്പോൾ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ, വനം വകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ്. അതല്ലെങ്കിൽ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ പോലും പെട്ടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ ജില്ലയിലെ സർപ്പ കോർഡിനേറ്ററുടെയൊക്കെ നമ്പർ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എല്ലാ ജില്ലകളിലും സർപ്പ വോളണ്ടിയേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ കോള് കിട്ടുന്ന ഒരാൾ അന്നേരം ബിസി ആണെങ്കിൽ പോലും തൊട്ടടുത്ത ആളിനെ അത് കണക്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റെസ്ക്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ തല്ലിക്കൊല്ലേണ്ട കാര്യമില്ല. ആക്ച്വലി തല്ലിക്കൊല്ലുന്നത് നിയമപരമായിട്ട് അത് കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ നമ്മുടെ വീട്ടിലൊക്കെ ചേരയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ ചേരയുണ്ടെങ്കിൽ മറ്റു പാമ്പുകളൊന്നും എത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത, അതായത് അതൊരു പ്രൊട്ടക്ഷനാണ്. ചേരയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റ് പാമ്പുകളെ കഴിക്കുന്ന പാമ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് എന്താണ്? രാജവെമ്പാലയുടെ പ്രധാന ഡയറ്റ് മറ്റ് പാമ്പുകളാണ്. മൂർഖനെയും ചേരയും ഉൾപ്പെടെ ഈവൻ രാജവെമ്പാലയെ പോലും ആൾ പിടികൂടി കഴിക്കും. പക്ഷേ പാമ്പുകളെ കഴിക്കുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. വെള്ളിക്കെട്ടൻ നല്ലൊരു സ്നേക്ക് ഈറ്ററാണ്. അതുപോലെ നല്ലൊരു സ്നേക്ക് ഈറ്ററാണ് ചേര ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ എലികളുടെ സാന്നിധ്യം അവിടെ വളരെ കുറവായിരിക്കും. റോഡൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എലിപ്പനി അതുപോലുള്ള പലതരത്തിലുള്ള ഇങ്ങനെ സ്പ്രെഡിങ് പകർച്ചവ്യാധികളൊക്കെ ആ ഒരു ഏരിയയിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ വർഷം പാമ്പ് കടിയേറ്റ് മരിച്ചത് ഏകദേശം 30ഓളം പേരാണെങ്കിൽ 2024 30ഓളം പേരാണെങ്കിൽ ഏകദേശം 700 ശിഷ്ടം പേരാണ് ഇതും ബാധിച്ച് എലിപ്പനി ബാധിച്ച് മരിച്ചത്. അപ്പോൾ അത്രത്തോളം
എലികളുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായ രീതിയിൽ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിയാണ്. സഹായിക്കുന്ന ഒരു ജീവിയാണ്. വളരെ സൈലൻ്റ് ആയിട്ട് അത് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊന്നും നമ്മളെ ബോധ്യപ്പെടുത്താതെ വളരെ സൈലൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ജീവിയാണ്. കർഷകന്റെ മിത്രമാണ്, ഏറ്റവും അടുത്ത മിത്രമാണ്. ഈ വിഷമുള്ളത് കൊണ്ടായിരിക്കും പിന്നെ അതിന്റെ രൂപമൊക്കെ കാണുമ്പോഴായിരിക്കും രൂപം കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. പിന്നെ ചേര എന്ന് പറഞ്ഞാലും ഈ മറ്റ് പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിടികൂടി ഭക്ഷിക്കും. അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ആ പ്രദേശത്ത് വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അനുവദിക്കാതെ ചേര പിടികൂടി ഭക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടിയാണ്. പറഞ്ഞ കാര്യം ഏകദേശം ശരിയാണ്. അതെ. അതേപോലെ ഈ പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നുണ്ട് പാമ്പിന് ചെവി കേൾക്കില്ല, പാമ്പിന് കണ്ണ് കാണില്ല, പാമ്പ് മണക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ശരിക്കും പാമ്പ് ആരാണ്, എങ്ങനെയാണ്, എന്തൊക്കെ കാണാം, എന്തൊക്കെ കേൾക്കാം? ചെവി കേൾക്കില്ല എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയാണ്. അതായത് അതിന് ബാഹ്യകർണങ്ങളില്ല, കർണപുടങ്ങളില്ല. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള വൈബ്രേഷൻസ് സെൻസ് ചെയ്യുന്നതിന് അത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ അതിന് പകരം നിലത്തുനിന്നുള്ള വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ എന്താണ് ഈ ചെവിക്കുള്ളിൽ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്നൊക്കെ പറഞ്ഞ ചെറിയ അസ്ഥികളുണ്ട്. ആ അസ്ഥികളും അതിൻ്റെ സ്റ്റേപ്സിൻ്റെ ഒരു എക്വലൻ്റ് ആയിട്ടുള്ള സംഗതി അതിൻ്റെ കീഴ്ത്താടിയലിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാമ്പ് നിലം പറ്റി കിടക്കുമ്പോഴേക്കും നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അന്തരീക്ഷത്തിലൂടെയുള്ള വൈബ്രേഷൻസ് അതിന് വലിയ തോതിൽ സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ചെറിയ തോതിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് പഠനങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം പാമ്പുകളുടെ കാഴ്ച വളരെ ലിമിറ്റഡാണ്. പലപ്പോഴും ചലനങ്ങളുണ്ടെങ്കിൽ മാത്രം, മൂർഖൻ പാമ്പിൻ്റെ ഒക്കെ ഈ മകുടിയുടെ ചലനത്തിനനുസരിച്ച് അതിങ്ങനെ ആടുന്നത് ചലനത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രത്യേകത അതിനുള്ളതുകൊണ്ടാണ്. ചലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ മൂർഖൻ പാമ്പ് ഇങ്ങനെ എഴഞ്ഞു വരുമ്പോൾ നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ കാണില്ല. നാവ് പുറത്തേക്കിടുമ്പോൾ നമ്മുടെ സാന്നിധ്യം അതിന് മനസ്സിലാവും, പക്ഷേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അതിന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കേൾവിയെ സംബന്ധിച്ച് പറയുന്ന ഇത് ഏറെക്കുറെ ശരിയാണ്. പാമ്പിന് കേൾവി വളരെ ലിമിറ്റഡാണ്. പക്ഷേ പാമ്പിൻ്റെ ചെവി എന്ന് പണ്ട് പറയാറുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. പാമ്പിന് കേൾക്കാൻ പറ്റില്ല. കാഴ്ച ലിമിറ്റഡാണ്. അത്യാവശ്യം കാഴ്ചശക്തിയുള്ള പാമ്പുകളുടെ കാറ്റഗറിയിൽ പെട്ടതാണ് രാജവെമ്പാലയൊക്കെ. കുറച്ച് ദൂരത്തിലേക്കൊക്കെ അതിന് കാണാൻ പറ്റും. മണക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അതിന് പകരം അത് നാവാണ് ഉപയോഗിക്കുക. പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലാണ്, വൈബ്രേഷൻസിലൂടെ. അതുപോലെ ഈ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് കാഴ്ചയിലൂടെ. പിന്നെ തെർമൽ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ ചില പാമ്പുകൾക്ക് പറ്റും. തെർമൽ സെൻസിങ് പിറ്റ്സ് ഉള്ള പാമ്പുകളുണ്ട്. അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകൾക്കൊക്കെയാണ്, അതുപോലെ മലമ്പാമ്പിനൊക്കെയാണ് അത്തരത്തിലുള്ള തെർമൽ സെൻസിങ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ അതിലൂടെയും അത് അതിന് കാഴ്ചശക്തി വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അന്തരീക്ഷത്തിലെ മോളിക്യൂൾസിലൂടെയുള്ള ഈ വൈബ്രേഷൻസിലൂടെയുള്ള സെൻസ് ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അത്തരം പാമ്പുകൾക്ക് കൃത്യമായിട്ട് ജീവനുള്ള ടിഷ്യൂസ് എവിടെയൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും കിണറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാമ്പിനെ ലഭിക്കാറുണ്ട്. അപ്പം ഈ ആളുകൾക്കൊരു സംശയമുണ്ട്, കാരണം വെള്ളം പിന്നെ കുടിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രശ്നമില്ല. പാമ്പിൻ വിഷം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ആണ്. അത് വായിലോ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആഹാരം കടന്നു ചെല്ലുന്ന ആ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും മുറിവോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു പോകുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കുടിക്കുന്നതിന് ടെക്നിക്കലി പ്രശ്നമൊന്നുമില്ല. പിന്നെ പാമ്പ് അതിനകത്ത് വീഴുകയും അല്ലെങ്കിൽ മരിക്കുകയും വെള്ളം കേടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതാണ് നല്ലത്. പാമ്പിൻ്റെ വിഷം വീണ് പച്ചക്കറി കറി വെച്ച് കഴിച്ചപ്പോഴേക്കും അത് ആൾ മരിച്ചുപോയി എന്നൊക്കെയുള്ള ന്യൂസൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അതൊക്കെ തെറ്റാണ്, അങ്ങനെ സംഭവിക്കില്ല. അതേപോലെ സർ, കേരളത്തിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാമ്പുകൾ ഇങ്ങനെ അതായത് വംശനാശം നേരിടുന്നതായിട്ടോ അങ്ങനെ റെയറായിട്ടുള്ള ഒത്തിരി പാമ്പുകളുണ്ട്. സാധാരണ ആൾക്കാർ നമ്മളിപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-15 ഇനത്തിനപ്പുറം ഇല്ല. പക്ഷേ ഒരു 130ഓളം പാമ്പുകളുണ്ട്. അതിൽ പലതും വളരെ റെയറാണ്. 145 വർഷത്തിന് ശേഷം റീലൊക്കേറ്റ് ചെയ്ത് നമ്മൾ അത് രണ്ടാമത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് ധരിച്ചിട്ട് പിന്നെ റീലൊക്കേറ്റ് ചെയ്ത പാമ്പുകളൊക്കെ ഉണ്ട്. റീസെൻ്റായിട്ട് കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ നിന്ന് അത്തരത്തിലുള്ള 2 ഷീൽഡ് ടൈൽ എന്ന് പറയുന്ന 2 സ്പീഷീസിനെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ റെയറായിട്ടുള്ള സാധാരണ ജനവാസ മേഖലകളിലൊന്നും കാണപ്പെടാത്ത പാമ്പുകളുണ്ട്. എന്നാൽ ചില പാമ്പുകൾ വനത്തിനുള്ളിൽ അധികം കാണപ്പെടാത്ത പാമ്പുകളുണ്ട്. ഇപ്പോൾ ചേരയൊക്കെ സംബന്ധിച്ച് അതെപ്പോഴും ആൾക്കാരുടെ ഒപ്പമാണ്, മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ സഹവസിക്കുന്ന ഒരു പാമ്പാണ് ചേരയും മൂർഖനും അത്തരത്തിലുള്ള പാമ്പുകൾ. എലികളുള്ള സ്ഥലങ്ങളിലൊക്കെ ചേരയും മൂർഖനും ഉണ്ടാവും, അതുപോലെ വെള്ളിമൂങ്ങയൊക്കെ ഉണ്ടാവും.
അതേപോലെ സർപ്പയ്ക്ക് മറ്റ് മൃഗങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെ വന്യമൃഗങ്ങളെ പിടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മുടെ സർപ്പ വോളണ്ടിയേഴ്സ് അത്തരത്തിലുള്ള ഈ അർബൻ വൈൽഡ് ലൈഫ് അത്തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ മരപ്പെട്ടി കയറി അല്ലെങ്കിൽ മുള്ളംപന്നിയെ കണ്ടു, അത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ RRTകൾ മുഖേനയാണ് നമ്മൾ കൈകാര്യം ചെയ്തു വരുന്നത്. ഇനി PRT പ്രൈമറി റെസ്പോൺസ് ടീംസ് എന്ന് പറഞ്ഞ് എല്ലാ പഞ്ചായത്തുകളെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ടീം രൂപീകരിച്ചിട്ട് ഇത്തരം കേസുകൾ അവർ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൻ്റെ ഓൾറെഡി അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ PRTകൾ രൂപീകരിച്ചിട്ടുമുണ്ട്. സർപ്പയുടെ അടുത്തൊരു ലക്ഷ്യം എങ്ങനെയാണ്? സർപ്പ മിഷൻ എന്നൊക്കെ കേട്ടു, അത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അടുത്തിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അനൗൺസ് ചെയ്ത 10 മിഷനുകൾ, അതൊരു തീവ്രയത്ന പരിപാടികളാണ്. വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിക്കുക, ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ മിഷൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള പല മിഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ് മിഷൻ സർപ്പ. മിഷൻ സർപ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 വർഷം കൊണ്ട് കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2024 30 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത് കേരളത്തിൽ. 2019 അത് 123 അപ്പോൾ അതിൽ നിന്ന് ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വനം വകുപ്പിനെ കൊണ്ട് മാത്രം ഇത് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പിന്നെ അവയർനെസ് ആ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, LSGD തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ഇത്തരത്തിലുള്ള സേനകൾ ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട്, പ്രധാനമായും SDMA സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് 2 വർഷം കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന മരണങ്ങളുടെ പകുതിയാക്കുക എന്നുള്ളതും 5 വർഷം കൊണ്ട് പരമാവധി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യമിടുന്നത്. കാരണം ഓരോ മനുഷ്യജീവനും വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണം ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമാണ്. സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ച് കൃത്യമായ ചികിത്സ കൃത്യമായ സമയത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100% ഒരു അപകടവും കൂടാതെ ആളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് അല്പം ഡിലേഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഡിസബിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അംഗവൈകല്യമൊക്കെ ഉണ്ടാകാൻ, വിരൽ മുറിച്ച് മാറ്റേണ്ടി വരികയോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൃത്യമായ സമയത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് PHCസിൻ്റെ CHCസിൻ്റെയൊക്കെ ഒരു കുറച്ചും കൂടെ അതിൻ്റെ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക, കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മെയിനായിട്ട് സ്റ്റുഡൻസ്, നമ്മൾ ചില ടാർഗറ്റ് കാറ്റഗറീസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പാമ്പുകളെ പറ്റി വ്യക്തമായ ധാരണയുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ ഓറിയൻറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് അവർ മുഖേന മാക്സിമം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്റ്റുഡൻസിലേക്ക് സ്നേക്സ് ആൻഡ് സ്നേക്ക് ബൈറ്റ്സിനെ പറ്റിയുള്ള അവയർനെസ് എത്തിക്കുക. പിന്നെ 2-3 ടാർഗറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ്. അപ്പോൾ അവർക്ക് നാട്ടിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് വളരെ നല്ല ബന്ധം ഉണ്ടാവും. ഇപ്പോൾ സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റും. ആശാ വർക്കേഴ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് കാറ്റഗറിയാണ്. NREGS തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ, അത് അവരെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഏൽക്കുന്ന വിഭാഗം കൂടിയാണ് NREGS അംഗങ്ങൾ. അപ്പോൾ അവർക്ക് സ്നേക്ക് ബൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി ചില പ്രിക്കോഷണറി നടപടികളും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, കാട് വെട്ടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗംബൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ കൂടുതലും കാലിലാണ്, കാടിനിടയ്ക്ക് നിന്ന് കാട് വെട്ടുകയൊക്കെ ചെയ്യുമ്പോൾ കാലിൽ പാമ്പ് കടി ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ കുപ്പിച്ചെല്ലൊക്കെ കൊണ്ടിട്ട് പരിക്കുകൾ പറ്റാനും ഒക്കെ സാധ്യതയുണ്ട്. ഗംബൂട്ട് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സേഫായി. പിന്നെ ഈ വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടാവും, അവർ ഗ്ലൗ ഉപയോഗിക്കുമ്പോഴേക്കും ഇതിനകത്ത് വെട്ടിയിട്ടതിനിടയ്ക്ക് എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുപ്പിച്ചില്ലുണ്ടെങ്കിൽ പോലും സേഫാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ അപകട സാധ്യത ഒരുപാട് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം പിന്നെ അവയർനെസ്സാണ്, വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ബൈറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി അവർ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ക്രമേണ 2025-26 അക്കാഡമിക് ഇയറിൽ മാക്സിമം സ്കൂളുകളും കോളേജുകളും ഒക്കെ കവർ ചെയ്യുക, ഒരു
അവയർനെസ് ബോർഡ് പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള 2 സെക്ഷനായിട്ട് മാക്സിമം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പബ്ലിക് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകൾ അതുപോലെ സർക്കാർ ഓഫീസുകളിലൊക്കെ എങ്ങനെ എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനുണ്ട്. അതിന് സ്പോൺസേഴ്സിൻ്റെ സഹായത്തോടു കൂടി അത് ചെയ്യാനുള്ളൊരു അതിൻ്റെ ഡിസൈനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേട്ടല്ലോ, ഇനിയെങ്കിലും പാമ്പിനെ കാണുമ്പോൾ വടിയെടുക്കുന്ന ആ ശീലം ഒന്ന് മാറ്റി വെച്ചിട്ട് സർപ്പ ആപ്പിലും കൂടെ കയറി നോക്കുക. നമുക്ക് വേണ്ടുന്ന പരിഹാരം സർപ്പയിലുണ്ട്. ക്യാമറമാൻ PV രഞ്ജിത്തിനൊപ്പം രേഖാപ്പി പണിക്ക, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.